അതിൽ മൊത്തം 7 പേരുണ്ടായിരുന്നെങ്കിലും 3 പേർ, അതിൽ 2 മുതിർന്ന ആളുകളും ഒരു കുട്ടിക്കും ആണ് ഈ ലോറിയിൽ അടിയിൽപ്പെട്ടത്. അടുത്തുണ്ടായിരുന്നവർക്ക് മറ്റുള്ള അതിന്റെ പുറത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വീണാണ് പരിക്കേറ്റത്. അവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. രാജ്കുമാർ, ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാമല്ലോ അല്ലേ, ഈ അപകടത്തിൽപ്പെട്ട പ്രദേശത്ത് മണ്ണിനടിയിലൊന്നും ഇനി ആരുമില്ല, അത് നമുക്ക് ഉറപ്പിക്കാം. അതെ, അക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതില് ആശ്വാസം നൽകുന്നതാണ്, കാരണം നമ്മൾ വല്ലാതെ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു ആളുകൾ ഉണ്ടോ എന്നോർത്ത്. അതെ, നിലവിൽ ആ രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവസാനിപ്പിച്ചു. ടിപ്പർ ലോറി അടിയിൽ നിന്നുണ്ടായിരുന്നവരെ മുഴുവനും ഇപ്പോൾ മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ആശ്വാസമാണ്. അതില് ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആരോഗ്യനില അവര് വേണ്ടി വന്നാൽ മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള പരിശോധന നടത്തുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് മറ്റു കുട്ടികൾ ഉള്ളത്. ഈ പരിക്കേറ്റവരിൽ ഈ ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു, ബാക്കിയുള്ളവർക്ക് സാരമായ പരിക്കുകളില്ല എന്ന് കരുതാമോ? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതില് ആ 7 പേരിൽ 2 പേർ മുതിർന്ന ആളുകൾ അവർ മരിച്ചു. ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. മറ്റ് 4 വിദ്യാർത്ഥികൾ കുട്ടികളാണ്. അവർക്ക് സാരമായ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ, വലിയ പരിക്കുകളില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന, വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ രാവിലെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 2 പേർ മരിച്ചു എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ 3 പേരെന്നായിരുന്നു ആദ്യം പറഞ്ഞ വിവരം, പക്ഷേ അത് തെറ്റായ വിവരമായിരുന്നു. 2 പേർ മരണപ്പെട്ടു എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൽ 2 പേർ മുതിർന്ന ആളുകൾ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മുതിർന്ന ആളുകളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും മരണം വല്ലാതെ നമ്മളെ വേദനിപ്പിക്കും. മനുഷ്യജീവൻ അത്രമാത്രം വിലപ്പെട്ടതാണല്ലോ. പക്ഷേ ഇവിടെ രാവിലെ 2 പേർക്ക് മരണം സംഭവിച്ചു എന്ന ഏറ്റവും വേദന നിറഞ്ഞ വാർത്ത എത്തുകയാണ്. നമുക്കിപ്പോൾ ഈ അപകടത്തിനെക്കുറിച്ച് പല കാര്യങ്ങൾ കേൾക്കുന്നു. അതായത് ഇപ്പോൾ നേരത്തെ രാജ്കുമാർ പറഞ്ഞതുപോലെ ഈ ബൈക്കിൽ തട്ടി നിയന്ത്രണം വിട്ട് അപകടം സംഭവിച്ചു എന്ന് കേൾക്കുന്നു. ഈ ലോറി അമിത വേഗതയിലായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ സ്ഥിരീകരണം നിങ്ങളുടെ മുൻപിലേക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഞാൻ പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോൾ കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പരിക്കേറ്റ ബാക്കിയുള്ളവരുടെ നില സാരമുള്ളതല്ല, അല്ലെങ്കിൽ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത്. 7 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ മരണപ്പെട്ടു. ഒരു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ആ വിദ്യാർത്ഥിയെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ബാക്കിയുള്ള 4 പേരുടെ ആരോഗ്യനില സാരമുള്ളതല്ല. അവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് തന്നെ പ്രാഥമികമായ ചികിത്സകൾക്ക് ശേഷം വിട്ടയച്ചേക്കാമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഈ മരിച്ച ഒരാളെ മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. രണ്ടാമത്തെ ആളെ ഇതുവരെ ആരാണ് മരണപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം ഭീകരമായ അപകടമായിരുന്നു. ഈ ലോഡുമായിട്ടാണ് ഈ ലോറി എത്തുന്നത്, ടിപ്പർ ലോറി എത്തുന്നത്. അത് നിയന്ത്രണം വിട്ട് മറിയുമ്പോൾ സ്വാഭാവികമായും ഈ ലോഡ് വണ്ടിയിലുണ്ടായിരുന്ന മണ്ണ് മറിയുകയായിരുന്നു പുറത്തേക്ക്. അപ്പോൾ അത് ഈ വിദ്യാർത്ഥികളുടെയും ആളുകളുടെയും ദേഹത്തേക്കാണ് മറിഞ്ഞു വീഴുന്നത്. അങ്ങനെയാണ് അവർ ഇതിനടിയിൽപ്പെട്ടു പോകുന്നത്. പിന്നീട് രക്ഷപ്പെടുത്തി പുറത്തേക്ക് എടുക്കുകയായിരുന്നു. 7 പേരുണ്ടായിരുന്നു. അതിൽ 2 മരണം സംഭവിച്ചിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണിപ്പോൾ. ബസ് കാത്തുനിന്നവരുടെ മുകളിലേക്കാണ് ഈ ടിപ്പർ മറിഞ്ഞത്. ഒന്ന് അമിത വേഗതയായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു, പക്ഷേ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന് ഒരു ബൈക്കിൽ തട്ടി നിയന്ത്രണം വിട്ട് ടിപ്പർ ലോറി ഈ ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് വേറൊരു വർത്തമാനം അവിടെ നിന്ന് കേൾക്കുന്നത്. പക്ഷേ ഇതൊന്നും നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഒഫീഷ്യലായി അല്പസമയത്തിനകം തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പ്രേക്ഷകർക്ക് വിവരങ്ങൾ എത്തിക്കാം. ഹൃദയഭേദകമായ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ദുരന്തം വാർത്തയായി രാവിലെ നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, കുത്തിനോവിക്കുന്നുണ്ട് ഈ അപകട വാർത്ത എന്ന് പറയുന്നത്. കാരണം അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിന്നവരല്ലേ. അവർ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു അപകടം പാഞ്ഞെത്തുമെന്ന്? തങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ ടിപ്പർ ലോറി പാഞ്ഞെത്തുമെന്ന് ആ മനുഷ്യർ പ്രതീക്ഷിച്ചതേയില്ല. അങ്ങനെ എത്തിയ ഒരു വലിയ ദുരന്തം അത് 2 പേരുടെ ജീവനെടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു.